സാർ, ഉത്തർപ്രദേശിൽ കുംഭമേള ആരംഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് യോഗി സർക്കാരിനെ സംബന്ധിച്ച് മികച്ച ഒരു അഭിപ്രായമാണ് ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അത് എന്തായാലും യോഗിക്ക് വലിയ ഗുണകരമാകുമോ? അല്ല, യോഗിക്ക് ഗുണകരമാകുമെന്ന് മാത്രമല്ല, അത് ഇന്ത്യയിലാകമാനം BJPക്ക് നല്ലൊരു മേൽക്കൈ നേടിക്കൊടുക്കാൻ ഈ കുംഭമേള സഹായിക്കുന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം ഒരു സംസ്ഥാനത്തെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് UP. ആ ഒരു സംസ്ഥാനത്തെ ഒരു പ്രദേശത്ത് 40 കോടി ആളുകൾ വന്നു ചേരുകയാണ്. നിസ്സാരമായൊരു കാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് ഇൻഡയറക്റ്റ് ടാക്സായിട്ട് തന്നെ വരുന്നുണ്ട് 1 ലക്ഷം കോടി രൂപയിലധികം ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുകയാണ് UP ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുംഭമേള വളരെ ലാഭമാണ്, നഷ്ടമല്ല അവർക്ക്. 2, ഇന്ത്യയുടെ ഒരു പൈതൃകം ലോകത്തിൻ്റെ മുന്നിൽ തുറന്ന് കാണിക്കുവാൻ ഒരു അവസരം ഒരു സംസ്ഥാനത്തിന് കിട്ടിയിരിക്കുകയാണ്. അതാണ് UPക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കുംഭമേളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ലോറിംഗ് പവൽ, അതായത് നമ്മുടെ സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ലോറിംഗ് പവൽ, അവർ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഹിന്ദുമതം സ്വീകരിച്ചു. കമല എന്നാണ് അവർ സ്വീകരിച്ചിരിക്കുന്ന പേര്. അവിടെ നിന്ന് നേരെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് കുംഭമേള ഭംഗിയായി നടത്താൻ വേണ്ടി അവിടെ അഭിഷേകവും അവിടുത്തെ വഴിപാടുകളൊക്കെ കമല നടത്തുകയും ചെയ്തു. 10 ദിവസം അവർ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ലോറിംഗ് പവൽ അല്ലെങ്കിൽ കമല എന്ന് പറയുന്ന ആളൊരു ചെറിയ ആളല്ല. ഫോബ്സ് മാഗസിൻ്റെ എനിക്ക് തോന്നുന്നു 8ാമത്തെ കോടീശ്വരന്മാരുടെ എണ്ണത്തിൽ 8ാമതാണെന്നാണ് എൻ്റെ ഓർമ്മ. ലോറിംഗ് പവൽ അവരുടെ സ്വത്ത് $1,30,000 കോടി സ്വത്തുള്ള ആളാണ് ലോറിംഗ് പവൽ. അപ്പോൾ ആലോചിക്കുക എത്ര ശക്തിയാണ്. അവർ സസ്യഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഒരു സാധാരണ സ്ത്രീയായി വന്ന് കുംഭമേളയെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോഴേ, കുംഭമേള ഒരു സമൂഹത്തിൽ ചെലുത്തുന്ന അല്ലെങ്കിൽ ലോകത്ത് ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ലോറിംഗ് പവൽ അവിടെ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ട്രെൻഡിങ് ആണ്. ഈ കുംഭമേളയെക്കുറിച്ച് എല്ലാവരും തിരയുകയാണ്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയല്ല. കുംഭമേള ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഉള്ള ഒരു മഹാസംഗമമാണ്. അഘോരി സന്യാസികൾ, അവരെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. ഹിന്ദു കൾച്ചറിനെയും ഹിന്ദു മതത്തെയും ഒക്കെ അപമാനിക്കാൻ കുംഭമേള ഉപയോഗിക്കുന്നവരുണ്ട്. അഘോരികളെ അപമാനിക്കാൻ കുംഭമേള ഉപയോഗിക്കുന്നവരുണ്ട്. RSSനെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് കുംഭമേള ഉപയോഗിക്കുന്നവരുണ്ട്. യോഗിയെ വിമർശിക്കാനുള്ള ഒരു ആയുധമായി കുംഭമേള ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഈ പൂർണ്ണചന്ദ്രനെ കണ്ട് പട്ടി വരയ്ക്കുന്നതിനപ്പുറത്ത് ഇതിന് വലിയ പ്രാധാന്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യം അനുസരിച്ച് പലതും അല്പന്മാർ പറയുന്ന അർത്ഥശൂന്യമായ ചില സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്തോട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ 40 കോടി ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുക. എന്തിനാണ് സംഗമിക്കുന്നത്? ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരുപക്ഷേ മക്കയിലെ നമ്മുടെ തീർത്ഥാടനം കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്നത് ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ വിശ്വാസം അതിനെത്രമാത്രം പ്രാധാന്യമുണ്ട്, മനുഷ്യ മനസ്സുകളെ എത്രമാത്രം അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സഹായിക്കുന്നതാണ് ഹജ്ജായാലും ശരി, കുംഭമേളയായാലും ശരി. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആൾ വെള്ള വസ്ത്രം ധരിച്ചേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കടമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഹജ്ജിന് പോകുന്നതിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. ചുമ്മാ ഹജ്ജിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ എല്ലാം അനുസരിച്ച് ഹജ്ജിന് പോകാനും അതുപോലെ തന്നെ അവിടെ ചെന്ന് പരിക്രമം വലം വയ്ക്കാനും ആ നടപടിക്രമങ്ങളെല്ലാം അവിടുത്തെ പാലിക്കാനും മണിക്കൂറുകളോ ദിവസങ്ങളോ കാത്തു നിന്നാണ് ആളുകളവിടെ പോകുന്നത്, വിശ്വാസികളവിടെ പോകുന്നത്. അത്രയും വിശ്വാസികളെ അവിടെ ആകർഷിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പ്രത്യേക ചൈതന്യമുണ്ടല്ലോ. എന്നതുപോലെ തന്നെ കുംഭമേളയിലേക്ക് 40 കോടി ആളുകൾ വരുമ്പോൾ ആ ഒരു പ്രദേശത്തിന് അത്രയും ആളുകളെ ആകർഷിക്കാൻ കഴിയും. മറിച്ച് ഇന്ത്യയുടെ നാനത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ ഒരു ഫിലോസഫി, അതുപോലെ തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനമായ ഒരു ദർശനം, ഇതൊക്കെ അവിടെ എത്തിക്കാൻ കഴിയും. ഇതിനെയൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുകയും ചെയ്യും. ലോകാ സമസ്ത സുഖിനോ ഭവന്തുവിന് മുമ്പ് വരികളില്ലായിരുന്നു, പിൻപ് വരികളില്ലായിരുന്നു. ആ സംസ്കാരം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ കുറേ രാഷ്ട്രീയ വന്യജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റു കുറേ താത്വികന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. കുംഭമേള എത്ര വർഷമായിട്ട് നിൽക്കുന്നു. ഇനിയും വീണ്ടും 12 കൊല്ലം കഴിയുമ്പോൾ കുംഭമേള വരും. യോഗി അല്ലെങ്കിൽ വേറൊരു മുഖ്യമന്ത്രി അവിടെ കാണും. കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ വൈവിധ്യം ലോകത്തിന് തുറന്നു കാട്ടുന്ന ഒന്നാണ്. പക്ഷേ ഒപ്പം അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ശ്രീ ചോദിച്ച പോലെ യോഗിക്ക്
വലിയൊരു മേൽക്കൈ നേടിക്കൊടുക്കാൻ കുംഭമേള സഹായിക്കും. കാരണം ഇതിനു മുമ്പ് കുംഭമേള നടക്കുമ്പോഴേ അവിടെ ഭരിച്ചിരുന്നത് അഖിലേഷ് യാദവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അഖിലേഷ് യാദവ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴേ 2ാം ടൈമിലാണ് ഇദ്ദേഹം വരുന്നത്, യോഗി വരുന്നത്. അഖിലേഷ് യാദവിൻ്റെ ഭരണകാലത്ത് 250 വർഗീയ കലാപങ്ങൾ യു പിയിൽ നടന്നു. പോലീസ് റെക്കോർഡാണ് ഞാൻ ഈ പറയുന്നത്. 250 വർഗീയ കലാപങ്ങൾ യു പിയിൽ നടന്നു. അത് മുസ്ലിങ്ങളും യാദവരും മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായിട്ടുള്ള കലാപങ്ങളാണ് അഖിലേഷ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടന്നത്. യോഗി വന്നതിന് ശേഷം ഒരു കലാപം നടന്നിട്ടുണ്ട്? ഒരൊറ്റ കലാപം യു പിയിൽ നടന്നിട്ടുണ്ടോ എന്നാലോചിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു കാലത്തേക്ക് കുറേ പേരെ കബളിപ്പിക്കാൻ, പിന്നെ മതവും ജാതിയും വർണ്ണവും ഒക്കെ പറയാവുന്നതിനപ്പുറം നമുക്ക് യാഥാർത്ഥ്യം നമ്മൾ കണ്ണ് തുറന്നാൽ കാണുന്നത് നമുക്ക് കണ്ണടച്ച് പിടിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യോഗിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു പരാതിക്കും ഇട കൊടുക്കാതെ ഭംഗിയായി ഈ 40 കോടി ആളുകളെ അവിടെ സ്വീകരിക്കാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനും തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ പോകാൻ. അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ശേഷം ആരെന്ന ചർച്ച സജീവമാണല്ലോ. അപ്പോൾ ഇത്തരം കൃത്യമായ ഇടപെടലുകളും ഈ വിജയങ്ങളും ഈ ഒരു വലിയ 40 കോടി ജനങ്ങളെല്ലാം ക്രമീകരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം തെളിയിച്ചു കൊടുക്കുകയല്ലേ? താൻ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് ചർച്ച ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മുന്നിൽ നിർത്താമെന്ന് അദ്ദേഹം തെളിയിക്കുകയല്ലേ? അല്ലാതെ കോൺഗ്രസ്സിലെ പറ്റും അത് ഇത്തരം തെളിയിക്കലിനൊക്കെ കോൺഗ്രസ്സിന് അത് സ്പേസ് ഉണ്ട്. BJPയിൽ അത് താരതമ്യേന പറ്റുകയില്ല. കാരണം നരേന്ദ്രമോദി 2012 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ BJPയിൽ ഒരിക്കലും ആരും കരുതിയില്ല മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന്. യു പിയിലെ മുഖ്യമന്ത്രിക്ക് അപ്പുറം അദ്ദേഹത്തിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെക്കാൾ സീനിയർ മുഖ്യമന്ത്രിയായിരുന്നു മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. അത് ചൗഹാനല്ല അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായിട്ട് വന്നത് എൽ കെ അദ്വാനി ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. മുരളി മനോഹർ ജോഷി ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ മാറ്റി നിർത്തി ഇദ്ദേഹത്തിനെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ എന്തെങ്കിലും ഒരു എതിർശബ്ദം ഉണ്ടായോ? അല്ലെങ്കിൽ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ ആ കൾച്ചറായിരുന്നെങ്കിൽ ഇവിടെ 4 പാർട്ടി ഉണ്ടാവണ്ടേ? എൽ കെ അദ്വാനിക്കൊരു ഗ്രൂപ്പ്, സുഷമ സ്വരാജിനൊരു ഗ്രൂപ്പ്, അതുപോലെ മുരളി മനോഹർ ജോഷിക്കൊരു ഗ്രൂപ്പ്. അത് വന്നില്ലല്ലോ. അവരത് നിശബ്ദം. അതിനാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ആ അച്ചടക്കം നിലനിർത്തുന്നതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിക്കുന്ന സംശയിക്കേണ്ട RSS ആണ്. അവരെ തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു റീസൺ ഉണ്ട്. അല്ല, ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പേര് യോഗിയാണ്. അപ്പോൾ അതാകണമെന്നില്ല ശ്രീത്തെ. അതാണ് ഞാൻ പറഞ്ഞത്. 2012 മുന്നേ നിന്ന പേര് എൽ കെ അദ്വാനിയുടെ ആയിരുന്നു. അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വാജ്പേയിയുടെ ക്യാബിനറ്റിൽ. അതുകൊണ്ട് യോഗി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരണം നിർബന്ധമില്ല. വേറെ ആളുകളും പ്രധാനമന്ത്രിയാകാം. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് വേറെ ഒരുപാട് പരിഗണനകളുണ്ടല്ലോ. അത് മറ്റെന്തെങ്കിലുമൊക്കെ പരിഗണനയില്ലായിരിക്കും. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പോകുന്നതാണ്. അതിന് യോഗ്യനാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയെക്കാട്ടി പ്രായക്കുറവാണ്, ബിരുദാനന്തര ബിരുദധാരിയുമാണ്, ദീർഘകാലം MP ആയിട്ടിരുന്ന ആളാണ്. പ്രധാനമന്ത്രിയാകുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ കുംഭമേള നടത്തി എന്നുള്ളത് കൊണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് യോഗിക്കൊരു ക്ലെയിം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുമെന്നോ അത്തരം ഒരു കാൽക്കുലേഷൻ BJPക്കോ RSSനോ ഉണ്ടാകുമെന്നോ ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.